എൻ്റെ പേര് പുരുഷോത്തമൻ. കമ്പനിയുടെ പേര് ലക്ഷ്മി ഇൻഡസ്ട്രിയൽ വെൽഡിംഗ് ഷോപ്പാണ്. അതിലിപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെഷീനറിയാണ് ആ കാണുന്നത്. ഞാൻ തുടങ്ങിയിട്ടുള്ളത് 40 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ദാരിദ്ര്യം കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് 1.5 രൂപ കൂലിക്കാണ് നമ്മൾ ഇവിടുന്ന് മറ്റേ ഷൊർണൂർ പോയിട്ട് പണി പഠിച്ചത്. പണി പഠിച്ചതിന് ശേഷം അങ്ങോർക്ക് സുഖമില്ലാത്ത ഒരാളായതുകൊണ്ട് അതിൻ്റെ മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചു. അപ്പം മാനേജ്മെന്റും വർക്കും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അത് രാത്രി 12 മണി വരെ ഇരുന്നിട്ട് അതിൻ്റെ മാനേജ്മെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം ചെയ്തുകൊണ്ട് ഈ ഫീൽഡിലേക്ക് എനിക്ക് വരാൻ പറ്റി. ഇന്ന് ഞങ്ങൾ തുടങ്ങിയിരുന്ന ഷീറ്റിന്റെ വർക്കാണ്. ഷീറ്റ് മേത്തിലെ ഓട് മേത്തിലെ പിന്നെ ഞങ്ങൾ വർക്കുകൾ സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുക. അതും ഷീറ്റ് വർക്ക് തന്നെയായിരുന്നു, വെൽഡിംഗ് ഷോപ്പ് തന്നെയായിരുന്നു. അതിൽ ഗേറ്റ്, ഗ്രില്ല് എല്ലാം പെടും, എല്ലാം പെടും അതിനകത്ത്. ഞാനൊരു 9 വർഷം ഓങ്ങല്ലൂർ വാഴയിൽ ഇൻഡസ്ട്രിയിൽ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുപേരനായിരുന്നു കമ്പനിയുടെ പേര്. അത് നടത്തി നോക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ള എല്ലാ ചെലവുകൾക്കും കൂലി കൊടുക്കാനടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് പോവുണ്ടായി. അങ്ങനെ ഉണ്ടായി. അവിടെ ഭരതിയൻ്റെ വർക്ക്ഷോപ്പിൽ വെൽഡിങ് പണി തന്നെയായിരുന്നു. പിന്നെ അവിടെയും ഷീറ്റ് മേത്തില് മറ്റുള്ള ഷെഡുകളുടെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വെൽഡിങ് ആയിട്ട് തന്നെയായിരുന്നു അത് തുടർന്നിരുന്നു. അത് അവിടെ കഴിഞ്ഞിട്ട് 8 വർഷം അവിടെ ജോലി ചെയ്തു. 8 വർഷം ജോലി ചെയ്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വന്നു. വീണ്ടും ഈ ഇൻഡസ്ട്രിയിൽ ആരംഭിച്ചു. ഇൻഡസ്ട്രിയിൽ നമ്മൾ പോകുമ്പോൾ വാടകയ്ക്ക് കൊടുത്തിട്ട് മുൻകൂർ മേലോട്ടം വാടകയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോയത്. ഇൻഡസ്ട്രിയിൽ നമ്മൾ കൈവിട്ടിരുന്നില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ വീണ്ടും ആരംഭിച്ചപ്പോൾ എനിക്ക് സബ് കോൺട്രാക്റ്റ് ആയിട്ട് എനിക്ക് സർക്കാർ ജോലികൾ എനിക്ക് തന്നിരുന്നു. സർക്കാരിൻ്റെ പണികൾ എനിക്ക് തരുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കുക, സബ്ബായിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ കോൺട്രാക്ട് വർക്കുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തു ഒരു 25 കൊല്ലത്തോളം അങ്ങനെ എടുത്തു. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നീങ്ങി. പിന്നെ ധാരാളത്തിലധികം പണിക്കാരും ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യ എന്നുള്ളത് തോന്നിയപ്പോൾ കുട്ടികളെല്ലാവരും പഠിച്ച് ഈ ഫീൽഡിലേക്ക് വന്നില്ല. അവരെല്ലാവരും വേറെ ജോലിക്ക് പോയതോടുകൂടെ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് മെല്ലെ പിന്മാറി ഇപ്പോൾ സ്വസ്ഥമായിട്ടൊരു പ്രൊഡക്ഷൻ വർക്കായിട്ട് നിൽക്കുന്നു. അത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ സ്ട്രീറ്റ് ലൈറ്റ്, അതായത് ഇലക്ട്രിക്കിൻ്റെ മുകളിൽ ലൈറ്റ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ ക്ലാമ്പുകളാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ വേറെ കമ്പനിക്കാർക്ക് നമ്മൾ ഓർഡർ പ്രകാരം അവർ ഓർഡർ എടുക്കുന്നു, നമ്മൾക്കത് സബ് തരുന്നു, നമ്മളത് ലേബറായിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്കത് അവിടെ പ്രശ്നം തീർന്നു. അപ്പോൾ ടെൻഷൻ കുറയും, വർക്ക് ഉണ്ടേനി നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പൈസയും കിട്ടും. അങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട് വിട്ടു പോകേണ്ട ആ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ ധാരാളം ജോലികളുണ്ട്. ആ ജോലി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ മദ്യപാനോ അല്ലെങ്കിൽ വേറെ വല്ല ചീട്ടുകളിയോ അല്ലെങ്കിൽ ദുർനടപടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ കൊണ്ട് അത് തികയില്ല. അപ്പം നമ്മൾക്ക് അത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവില്ല. അങ്ങനെ പിടിച്ചു നിന്നുള്ള കുറച്ച് വർക്കേഴ്സ് ഉണ്ട്. അവർക്കൊന്നും സ്വന്തമായിട്ട് വീട് വെച്ചു ഒക്കെ നമ്മൾ ഈ വർക്ക് കൊണ്ട് ചെയ്യുന്നതാണ്. ധാരാളം നമ്മൾക്ക് ഇങ്ങോട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, വർക്കുകൾ വേണോ, മറ്റേ ലോൺ വേണോ, പൈസ വേണോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ നമ്മളിങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് നിരസിക്കേണ്ടായത്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ 3 മക്കൾ, ഭാര്യ അംഗനവാടി LKG UKG ടീച്ചറായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ഓണറേറിയൻ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാണ്. മക്കൾ 2 പേരും സർക്കാരിൻ്റെ ജോലിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ നിൽക്കുന്നു. അത് വർക്കേഴ്സ് മറ്റേ ഓർഡർ തരുന്ന സമയത്ത് നമ്മൾക്ക് സുമാർ ഒരു ഡേറ്റ് പറയുമല്ലോ, ആ ഡേറ്റിന് കണക്കാക്കിയും കൊണ്ടായിരിക്കും നമ്മളെ വർക്ക് ചെയ്യുക. അത് നമ്മൾ പണി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഡേറ്റിന് നമ്മൾ സാധനങ്ങൾ കൊടുത്താൽ വീണ്ടും നമ്മൾക്ക് അവരെ കെയർ ഓഫ് കൂടെ അവരുടെ വർക്കുകൾ നമുക്ക് വരുന്നു. അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കുറേ വർക്കുകൾ ചെയ്യാം. കുറേ വർക്കുകൾ പറഞ്ഞാൽ ഹോള് ചെയ്യാം, ക്ലാമ്പുകൾ ഉണ്ടാക്കാം. അതിൽ നമ്മൾ ഡൈകൾ നമ്മൾ ചേഞ്ച് ആക്കും തോറും നമ്മൾ പ്രസ്സിങ് മെഷീനിൽ കൊണ്ടുപോയിട്ട്
കുറേ ഐറ്റങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഈ ഒറ്റ വർക്കിലൂടെ ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് റിസ്ക് ഏൽക്കാൻ വയ്യ. നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ വർക്കുകൾ വരുന്നു കഴിഞ്ഞാൽ ടെൻഷൻ കൂടും. അപ്പോൾ ടെൻഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഈ ഒറ്റ ജോലിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ഡയറക്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിക്കാർക്ക് അവരോട് പറയും, അവർ പോയിട്ട് അളവെടുക്കും, അവർ പറയും, അതിൻ്റെ വില പറയും, വില നിശ്ചയിക്കും, കാര്യങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യും. അതിൻ്റെ ലാഭം നഷ്ടങ്ങളൊക്കെ അവരെന്നെ സഹിക്കുന്നത്, അവരെന്നെ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഈ കട ഉണ്ടല്ലോ, ഈ കട രണ്ടാക്കി ഞാൻ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ റിട്ടയർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ ഇവിടെ അവൾ സ്വന്തമായിട്ട് തുന്നലുണ്ട്. അപ്പോൾ ആ തുന്നൽ കട ഇവിടെ നടത്തി ഇവിടെ ഒരു ജോബ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം 30-35 അടിയോളം ഇത് വീതിയുണ്ട്, ഇങ്ങോട്ട് ഉള്ളത് 40 അടിയോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ വർക്ക് നമ്മൾ നിർത്തില്ല, ഈ വർക്ക് നിർത്തിക്കൊണ്ട് ഇതങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിൽ വെച്ച് മെസ്സേജ് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പക്കാരും മുന്നോട്ട് വരുന്നില്ല. അവർ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇത് പഠിച്ചവർ സ്വന്തമായിട്ട് വീട്ടിൽ വെൽഡിംഗ് സെറ്റ്, മെഷീനറികൾ, എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിമെയ്ഡ് സാധനങ്ങൾ, നമ്മളിവിടെ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ അവർ റെഡിമെയ്ഡ് കടയിൽ കിട്ടാണ്ട് അവിടുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് അവർ ഫിറ്റ് ചെയ്യണു, അവർ വർക്ക് ചെയ്യണു, ഫിറ്റ് ചെയ്യണു, അതിൻ്റെ പൈസ വാങ്ങിക്കണു, അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ ഒരു പ്രൊഡക്ഷൻ വർക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് അത് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പുതിയ തലമുറകൾ ആഗ്രഹിക്കുന്നില്ല. സോഷ്യൽ രംഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ യുവാവാവണ സമയത്ത് ഞാൻ പാർട്ടിയിലുണ്ടായിരുന്നു, പാർട്ടി വർക്ക് ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നമ്മൾ യുവജന സംഘടനയിൽ പ്രവർത്തിക്കും. ഇപ്പോഴും നമ്മൾ നാടിന് വേണ്ടി, കലാസമിതിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് പൊതുസേവനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പൊതുസേവനം എവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, അത് കൂടെ സഹായിക്കും. വാടനാംകുറിശി വില്ലേജ് സ്റ്റോപ്പ്, സ്ഥാപനത്തിൻ്റെ പേര് സ്മി ഇൻഡസ്ട്രിയൽ.